push. See. Bye. Leave her. എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരാശപ്പെടുത്താത്ത കമ്പനിയിലെ ആദ്യ ദിനത്തിലെ രണ്ടാം ഭാഗമാണ്. ഒരിക്കലും എന്നെ ഈ കമ്പനി കാർഡുകൾ നിരാശപ്പെടുത്തിയിട്ടില്ല. കടുവകൾ കൊണ്ട് നിറഞ്ഞ 5 കടുവകൾ കൊണ്ട് നിറഞ്ഞ ആദ്യ ദിനത്തെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവരെയും കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിരാശപ്പെടുത്താത്ത കമ്പനിയെ വീണ്ടും നിറഞ്ഞ മനസ്സോടുകൂടി ആസ്വദിക്കുകയാണ്. കാട് കാഴ്ചകൾ തുടരുകയാണ്. കൂടെയുള്ളവർ ഇടയ്ക്കൊന്ന് വെളിയിലിറങ്ങി. ആദ്യ ദിനത്തെ കാട് കയറ്റത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. കാടിനുള്ളിലുള്ള ഐവിയിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ എന്തോ പടയൊരുക്കം നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പലരും ഐവിയിലുണ്ട്. അതൊന്നും പകർത്താതെ കാടിൻ്റെ സൗന്ദര്യവും കാടും ശരിക്കും ആസ്വദിച്ച് കുറേ സമയം അവിടെ ചെലവഴിച്ചു. വീണ്ടും റസൽ ലൈനിലേക്കാണ് വണ്ടി വിട്ടത്. റസൽ ലൈനിൽ നിന്ന് നായജിക്കട്ട ഭാഗത്തേക്ക് വണ്ടി തിരിഞ്ഞു. അലാം കൂളുകൾ മുഴങ്ങുന്നു. വണ്ടി കടന്നു ചെല്ലുമ്പോൾ ഞാൻ വ്യക്തമായി കണ്ടു ടൈഗർ ഒരു സൈഡിൽ കൂടെ കടന്നു പോകും. പിന്നീട് കാത്തിരിപ്പിൻ്റെ സമയമായിരുന്നു. മഗേ ഫീമെയിലാണ് കടന്നു നമുക്ക് മുമ്പിൽ കൂടി സൈഡിലേക്ക് പോയത്. അതിനൊപ്പം ചെറിയൊരു കുട്ടിയുണ്ട്. കുറച്ച് ദൂരെ കാഴ്ചയായതുകൊണ്ട് വ്യക്തമല്ല. കടുവയുടെ കാലുകളും ശരീരവും മാത്രമാണ് കണ്ടത്. ബുഷുള്ളതുകൊണ്ട് വളരെ വ്യക്തമായ കാഴ്ചകളും ക്യാമറയ്ക്ക് പകർത്താൻ പറ്റുന്ന കാഴ്ചകളുമായിരുന്നില്ല. മാനുകൾ പരക്കം പാഞ്ഞ് ഓടുന്നുണ്ടായിരുന്നു. നമ്മുടെ കടന്നുചെല്ലലാണെന്ന് തോന്നുന്നു. അവളെ നമുക്ക് മുന്നിലേക്ക് വരാതെ അകറ്റി നിർത്തിയെന്ന് തോന്നുന്നു. കുറേ സമയം ഞങ്ങൾ അവിടെ കാത്തു നിന്നു. അലാങ്കൂളിൽ ഇടയ്ക്ക് മുഴങ്ങുന്നുണ്ട്. നായഞ്ചിക്കട്ടെ കുളത്തിൽ മാനുകൾ നിരന്നു നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കുടിക്കാനുള്ള വരവായിരുന്നു മഗേ ഫീമെയിൽ എന്ന പെൺകടുവയുടേത്. എന്തുകൊണ്ടും അവൾ അവിടേക്ക് കടന്നു വന്നില്ല. അവൾ കടന്നിങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ ഒരു കുഞ്ഞിനെയും മിന്നായം പോലെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ വണ്ടിയിലുള്ള ആരും തന്നെ അതിൻ്റെ ഒരു പൂർണ്ണ കാഴ്ചയിൽ കണ്ടിരുന്നു. പക്ഷെ നമ്മളുടെ എയിം അത് തന്നെ ആയിരുന്നതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ അത് തന്നെയായിരുന്നു കൃത്യമായി നമ്മൾ കണ്ടതാണ്. എന്നാലും എൻ്റെ വാക്കിനെ വിശ്വസിച്ച് അവർ കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയും മാനുകളെ പകർത്തുകയൊക്കെ ചെയ്തു. കുറേ സമയം അവിടെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് തോന്നി അത് വരാൻ സാധ്യതയില്ല, അത് ബാക്കിലോട്ട് വീണ്ടും പോയി എന്നുള്ള കണക്കൂട്ടിൽ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ കുറച്ച് ദൂരം നായജിക്കട്ട പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരം വണ്ടി മുന്നിലോട്ട് ചെന്നപ്പോൾ എൻ്റെ കണ്ണിൽ തന്നെ ആ കാഴ്ച വീണ്ടും ഉറക്കി. കാട് ഉണങ്ങിക്കിടക്കുന്ന ആ കാടിൻ്റെ ബുഷിൽ നിന്ന് ഭയങ്കര തലയെടുപ്പോടുകൂടി ആ ആൺകടുവ അല്ലെങ്കിൽ ഒരു പെൺകടുവ നാഞ്ചിക്കട്ട പോണ്ടിൻ്റെ ഒരു വശത്തെ കാട്ടിൽ
നമുക്ക് നേരെ തലയെടുത്ത് പിടിച്ച് നോക്കി കിടന്നിക്കുന്ന ഒരു സീന്. ഒരു ഭയങ്കര ഈ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സീൻ തന്നെയാണ്. മഗേ ഫീമെയിൽ എന്ന പെൺകടുവയുടെ കുട്ടികളാണ് നമുക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവളെ പകർത്തുമ്പോൾ പൊടിക്കുഞ്ഞുങ്ങളായിട്ട് വലിയ വാർത്തകളായ ആ കുഞ്ഞുങ്ങൾ അമ്മയ്ക്കൊപ്പം വളർന്ന് തലയെടുപ്പോടുകൂടി നമ്മുടെ നേരെ നോക്കുന്ന ആ കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം കുളിര് കോരുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. ആ കാഴ്ചയിലേക്ക് ക്യാമറ ചലിക്കുമ്പോൾ എൻ്റെ ക്യാമറകൾ വിറച്ചിരുന്നു, എൻ്റെ കൈകൾ വിറച്ചിരുന്നു, എൻ്റെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും തലയെടുപ്പോഴും മഗേ ഫീമെയിൽ എന്ന സുന്ദരിയായ കടുവയുടെ കുഞ്ഞിനെ കാണുമ്പോൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഭയങ്കര ഒരു ആണിൻ്റെ പോലത്തെ തലയെടുപ്പോടുകൂടി അവൾ നമ്മളെ ഇങ്ങനെ നോക്കി നിന്നു. വളരെ കുറച്ച് സമയം മാത്രം അവൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ക്യാമറ നമ്മൾ അതിലൂടെ ചലിപ്പിച്ച് സെറ്റായി വരുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഓടിക്കാടിലേക്ക് കയറി പോകുന്ന അവൾ കാട്ടിലേക്ക് കയറി പോയിട്ടും എൻ്റെ ക്യാമറ ഞാൻ അവിടെ നിന്ന് മാറ്റാതെ പിടിച്ചു വെച്ചു. അവളുടെ ആ ചെറിയ നിഴലുകൾ ശരിക്കും കാടിനുള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ പിന്നലാട്ടം പോലെ പല മരങ്ങൾക്കിടയിൽ നിന്നും അവളുടെ ആ ചലനങ്ങൾ അങ്ങേയറ്റം വരെ അവൾ പോകുന്നിടം വരെ നമ്മൾ പകർത്തുകയും ഈ സമയത്ത് മാനുകളുടെ അലാം കോളും എല്ലാം ആസ്വദിച്ച് ആ നായഞ്ചിക്കട്ട പോരിൽ ബോഗിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ കാഴ്ചയിലെത്തുമ്പോൾ ഈ കബനി എന്ന് പറയുന്ന ഈ കാട് എന്നോട് കാണിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീല് അത് വീണ്ടും 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 ഞാൻ അനുഭവിക്കുകയായിരുന്നു. രണ്ട് കപ്പ് നമുക്ക് മുന്നിൽ മിന്നലാട്ടം പോലെ കടന്നുപോയ കടുവയും കുഞ്ഞുങ്ങളും എല്ലാം നമുക്ക് മുന്നിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് കടന്നുപോയി എന്നുള്ള ചിന്തയിൽ ബോഗിയുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുത്ത് നമ്മൾ ടെമ്പിൾ ടാങ്കിൻ്റെ വശത്തേക്ക് പോയി. കാരണം ഈ വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് നടന്നു ടെമ്പിൾ ടാങ്കിൻ്റെ സൈഡിലേക്ക് നടന്നു വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കി ആ സൈഡിലേക്ക് വണ്ടി വിടുമ്പോൾ ആ വശത്തേക്ക് നമ്മളുടെ വണ്ടികൾ കടന്നു ചെല്ലുമ്പോൾ അലാം കോളുകളുടെ ഒരു നിര തന്നെ അവിടെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ബോഗിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഇത് എന്താണിത്, മൊത്തം കടുവകളാണോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറേ സമയം നമ്മളവിടെ ചിലവഴിച്ചു. കുറേ കാഴ്ചകൾ എല്ലാം ഇങ്ങനെ തേടി നിൽക്കുമ്പോൾ ഇന്ത്യൻ റോളറും മലബാർ ജയൻറ്റ് സ്ക്വിറലും എല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളാകുന്നുണ്ടായിരുന്നു. അവയെല്ലാം പകർത്തി മുമ്പോട്ട് ചെല്ലുമ്പോൾ മുന്നിൽ എവിടെയൊക്കെയോ അലാം കോളുകൾ വീണ്ടും മുഴങ്ങും.
സമയം ഏകദേശം ലാസ്റ്റത്തെ അരമണിക്കൂറിനുള്ളിൽ വളരെ സാവകാശം ഈ കടുവകളുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് വളരെ സാവകാശം നോക്കി നോക്കി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ എന്തായാലും ടെമ്പിൾ ടാങ്കിലേക്ക് നമുക്കൊന്ന് പോയേക്കാം എന്നുള്ള കണക്കൂട്ടിൽ ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ ടെമ്പിൾ ടാങ്കിൻ്റെ വഴിയിലേക്ക് കടന്ന് ഒരു JLR വണ്ടി പാഞ്ഞു പോകുന്നു. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, മുന്നിൽ എവിടെയോ ഒരു കാഴ്ചകൾ ഒരുങ്ങുന്നു. ആ കാഴ്ചകൾ ഒരു പക്ഷേ നമ്മുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിന് മുന്നിൽ എവിടെയോ വശത്തുകൂടെ നമുക്ക് കുറുകെ കടന്നുപോയ കാഴ്ചകളാണ് എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിച്ചു. എന്തായാലും നമ്മുടെ വണ്ടി മുന്നോട്ട് പാഞ്ഞ് ടെമ്പിൾ ടാങ്ക് ലക്ഷ്യമായിട്ട് നീങ്ങുമ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാം JLR വണ്ടികളുടെ ഒരു വലിയ നിര ടെമ്പിൾ ടാങ്കിൽ കിടക്കും. മനസ്സ് വല്ലാത്തൊരു ഫീലിൽ ഇങ്ങനെ ചലിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ, നമ്മുടെ വണ്ടി അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ ടെമ്പിൾ ടാങ്കിലോട്ട് നമ്മുടെ വണ്ടി എത്തുന്ന അവസരത്തിൽ നമ്മുടെ ആ ദൂരെ കാഴ്ചയിൽ കാണുന്നു ആ കുളത്തിനുള്ളിൽ മഗ്ഗേ ഫീമെയിൽ എന്ന് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നുപോയ ആ ടൈഗർ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് തണുപ്പിക്കുന്നു. ഇടയ്ക്ക് അവൾ വെള്ളം കുടിക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നിൽ ഇനിയുള്ളൂ. ആദ്യ ദിനത്തെ ആ 2.5 മണിക്കൂറിനുള്ളിൽ കിട്ടിയ വലിയ കുറേ കാഴ്ചകളിൽ നിന്ന് അവസാന കാഴ്ച എൻ്റെ സ്വപ്ന റാണി എന്ന മഗ്ഗേ ഫീമെയിൽ എന്ന സുന്ദരിയായ കടുവയെ വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ കിട്ടുന്ന ആ ഭാഗ്യം. വെള്ളത്തിനുള്ളിലാണ് അവൾ കിടക്കുന്നതെങ്കിലും അവിടെ ആ സൗന്ദര്യം, അവിടെ ആ ഫേസ് എന്നും നമ്മളുടെ എല്ലാം മനസ്സിലുള്ളത്. എൻ്റെ വീഡിയോകൾ കണ്ട എല്ലാവരിലും ഏറ്റവും കൂടുതൽ ഞാൻ ടൈഗർ കാഴ്ചകൾ തള്ളിയിരിക്കുന്ന ഈ മഗ്ഗേ ഫീമെയിൽ എന്ന ടൈഗറിൻ്റെ കാഴ്ചയാണ്. നായിഞ്ചിക്കട്ട പോണ്ടിൽ നിന്ന് അവിടെ ആളുകളുടെയും ബസ്സിൻ്റെയും ഒക്കെ സാന്നിധ്യം കണ്ടിട്ട് അവിടെ വെള്ളം കുടിക്കാൻ വന്ന അവിടെ നിന്ന് എത്ര പെട്ടെന്നാണ് ആ കാടിൽ നിന്ന് ഇപ്പുറത്തെ കാട്ടിലേക്ക് നടന്നു വന്നെന്നുള്ള ചിന്ത ഞങ്ങളില്ല. കാരണം ഭയങ്കര നീളമുള്ള കാലുകൾ വെച്ച് ചൂട് വെച്ച് പെട്ടെന്ന് തന്നെ അടുത്ത പൂണ്ടിലേക്ക് അവൾ എത്തി വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത. അവളവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പിന്നെ ഓടിപ്പോകുന്നില്ല. നമ്മളുടെ സാന്നിധ്യം കൊണ്ടാണ് അവൾ അവിടെ നിന്ന് മാറിയത്. പ്രത്യേകിച്ച് ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ ആ നായിഞ്ചിക്കട്ട ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും കുഞ്ഞുങ്ങളിൽ നിന്ന് നടന്ന് അവൾ ടെമ്പിൾ ടാങ്കിലെത്തുകയും അവിടെ നമുക്ക് മുന്നിൽ കാഴ്ചകളാവുകയും ചെയ്യുന്ന ആ കാഴ്ചയിലേക്കാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ കബനിയിലെത്തുമ്പോൾ എന്നും എൻ്റെ കൂടെയുള്ളവരോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, കബനിയിലെത്തിയാൽ ഇവളുടെ കാഴ്ചയില്ലാതെ പൂർണ്ണമാകുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കാറുണ്ട്. ഇവളെ കാണാതെ ഞാൻ മടങ്ങിയിട്ടുമില്ല. അവൾ തന്നെ വീണ്ടും ആദ്യ ദിനത്തിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുകയും കിടിലൻ കുറേ കാഴ്ചകൾ, കട്ലിക് മെയിലും ടെമ്പിൾ ഫീമെയിലും മഗ്ഗേ ഫീമെയിലും 2 കുഞ്ഞുങ്ങളും അടക്കം നമ്മുടെ മുമ്പിൽ 5 ടൈഗർ കാഴ്ചകൾ മുന്നിലേക്ക് ഇട്ട് വിരുന്നൊരുക്കി ആ കബനിയെ എനിക്കായി ശരിക്കും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ കാടിനോടുള്ള എൻ്റെ പ്രണയം അതുമാത്രമാണ് എന്നെ വീണ്ടും വീണ്ടും അവിടേക്ക് എത്തിക്കുന്നത്. എനിക്കൊരു കാമുകി ഉണ്ടെങ്കിൽ അത് ഇവൾ മാത്രമാണ്. അവളിലേക്കുള്ള എൻ്റെ യാത്ര തുടരുകയാണ്.
ഈ കബനി എന്ന സുന്ദരിയായ ഈ കാട്, അവൾ എനിക്കായി കൂട് തുറന്നു വിട്ട ആ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ, ആ കാഴ്ചകൾ വീണ്ടും കാണുവാനും ഈ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന മനസ്സാൽ അറിയിക്കുക. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാവുന്നതാണ്. സ്നേഹത്തോടെ, ജൂബി കരിക്കാടൻ MTA.